നമസ്കാരം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് പഴമൊഴി. അതായത് നല്ലൊരു ചങ്ങാതി ഉണ്ടെങ്കിൽ നമ്മുടെ കുറവും പോരായ്മകളും ഒക്കെ ആ ചങ്ങാതി പറഞ്ഞു തരും. കണ്ണാടി നോക്കാൻ നമ്മൾ ആ കണ്ണാടി അന്വേഷിച്ച് നടക്കേണ്ടതില്ല എന്നാണ് അർത്ഥം. ഞാനിവിടെ പറയാൻ പോകുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് എന്റെ വിയോജിപ്പുകളാണ്. ആ വിയോജിപ്പ് ഞാനിവിടെ പറയുന്നത് ഉസ്താദിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അത് വളരെയധികം കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ്. ഉസ്താദ് പറഞ്ഞ കാര്യം ശരിയല്ല എങ്കിൽ അത് ശരിയല്ല എന്ന് പറയണം. ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കടമയാണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആ പറഞ്ഞത് അതേപോലെ പകർത്തി വെക്കുന്നുണ്ട്. അതിനോട് എനിക്ക് വിയോജിപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ ഉസ്താദിനോടുള്ള എന്റെ സ്നേഹം പൂർണ്ണമല്ല എന്നാണ് അതിന്റെ അർത്ഥം. കാന്തപുരം ഉസ്താദി കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കണ്ടത്. അദ്ദേഹം കണ്ടതിലൊന്നും തെറ്റില്ല. അക്കാര്യത്തിലൊക്കെ തീർച്ചയായും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവകാശങ്ങൾ ചോദിക്കണം, പറയാനുള്ള കാര്യങ്ങൾ പറയണം. അതുപോലെ തന്നെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അതുമായി ബന്ധപ്പെട്ട് വല്ല രേഖകളും ഉണ്ടെങ്കിൽ കൈമാറണം. ഇത്തരത്തിലുള്ള ചില ഉദ്ദേശങ്ങൾ വെച്ചാണ് ഉസ്താദ് പ്രധാനമന്ത്രിയെ കണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, അതിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ഉസ്താദിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ആ വിയോജിപ്പ് തുറന്നു പറയുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിത്. അത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. എന്തായാലും ഉസ്താദ് ഇവിടെ പറഞ്ഞത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നാണ്. എന്നാൽ എങ്ങനെയാണ് സുരക്ഷിതരാകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് അസം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം ഈ കഴിഞ്ഞ സമയങ്ങളിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അത് മാത്രം പരിശോധിച്ചാൽ, കൂടുതൽ എങ്ങോട്ടും പോകേണ്ടതില്ല, ആ പരാമർശങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് ഒന്ന് ഗൂഗിളിൽ അടിച്ച് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചൊന്ന് സെർച്ച് ചെയ്യുക. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി കാണാൻ കഴിയും. അതായത് ഒരിക്കലും മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല. രാജ്യത്തെ ഒരു ഭരണാധികാരിയാണ് അങ്ങനെ പറയുന്നത്. മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, അവരെ നാട് കടത്തേണ്ട ആളുകളാണ്, മദ്രസകൾ ഭീകരവാദ കേന്ദ്രങ്ങളാണ്. അങ്ങനെ ഒത്തിരി 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 ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതരാകുന്നത്? അതുപോലെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ബാബരി മസ്ജിദ് പണിതു കൊടുക്കണം എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അതായത് രാമക്ഷേത്രം പണിയണം, അതോടൊപ്പം തന്നെ പള്ളിക്ക് വേറെ സ്ഥലം കണ്ടെത്തി തർക്കം പരിഹരിക്കണം എന്ന പേരിൽ ഒരു പള്ളി പണിയണം എന്ന് ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു പള്ളി പണിയും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, ആരും അങ്ങനെ സ്വപ്നം കാണണ്ട എന്ന് പറഞ്ഞത് യോഗി ആദിത്യനാഥാണ്. അതുപോലെ മുസ്ലിങ്ങൾക്കെതിരെ, ഹലാലിനെതിരെ പലപ്പോഴും യോഗി ആദിത്യനാഥ് പലതും പറഞ്ഞിട്ടുണ്ട്. UP തന്നെ ഏറ്റവും കൂടുതൽ ബീഫൊക്കെ കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ യോഗിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. ഹലാൽ സ്റ്റിക്കർ ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണ്. എന്നാൽ ബീഫ് കൈവശം വെച്ചു, ബീഫ് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകൾക്കെതിരെ ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള അക്രമങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് ലോകം അറിയും, ലോകം ആദരിക്കുകയാണ്. ആ മനുഷ്യൻ മുഹമ്മദ് ദീപക്കാണെന്ന് പറഞ്ഞ് ഇവിടെ രംഗത്തെത്തിയത് ഒരു തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ആക്രമണത്തിൽ നിന്ന് ഒരു മുസ്ലിം വയോധികനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കർണാടകയിലേക്ക് വരികയാണെങ്കിൽ, കർണാടകയിൽ BJP ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ടിപ്പു സുൽത്താൻ ജയന്തി എന്ന് പറയുന്ന ഒരു ആഘോഷം അവിടെ നടത്തിയിരുന്നു. ആരാണ് ടിപ്പു സുൽത്താൻ എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അതിലപ്പുറം അദ്ദേഹം ഒരു ധീര ദേശാഭിമാനിയാണ്, ഒരു രാജ്യസ്നേഹിയാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുമായി പടപൊരുതിയ ധീരനായ യോദ്ധാവാണ്. ആ ടിപ്പു സുൽത്താനെ മുസ്ലിം ആയതിന്റെ പേരിൽ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന, ആക്ഷേപ വാക്കുകൾ ചൊരിയുന്ന ഒരു വിഭാഗമായിരുന്നു കർണാടക ഭരിച്ചിരുന്നത്. അവർക്ക് ടിപ്പു ജയന്തി എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത അലർജിയായിരുന്നു. ടിപ്പുവിന്റെ ഫോട്ടോയിൽ ചെരുപ്പുമാലയിട്ട് അവർ ടിപ്പുവിനെ പലപ്പോഴും ആക്ഷേപിച്ചിരുന്നു.
അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കർണാടകയിൽ നടന്നിട്ടുണ്ട്. കൽക്കട്ടയിൽ ഇവിടെ റിക്ഷ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, അവർ ഔറംഗസേബിന്റെ പിന്മുറക്കാരാണ്, അവരൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞത് യോഗി ആദിത്യനാഥാണ്. നുഴഞ്ഞു കയറ്റക്കാരെ കുറിച്ച് പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. എന്തായാലും ഞാനിവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ ഒന്നുമല്ല പറയുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങൾ ഇത്രമാത്രം വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടത്തിലൂടെ അവർ കടന്നുപോയി കാണില്ല. അത്രയധികം മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് ആളുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഈ ഒരു സമയത്താണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന ഒരു പരാമർശം നടത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം വന്നത്. തീർച്ചയായും ഉസ്താദ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണോ പ്രധാനമന്ത്രിയോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന കാര്യം ഉസ്താദ് ഒന്ന് ശ്രദ്ധിക്കണം. ഉസ്താദ് പറഞ്ഞത് അതേപോലെ അത് ശരിയാണെന്ന് പറഞ്ഞ് ആ പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ ഉസ്താദിനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇക്കാര്യം ഉസ്താദിനെ ഓർമ്മപ്പെടുത്തണം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ്. നല്ല ചങ്ങാതിയാകാൻ ശ്രമിക്കണം എന്ന ഒരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്.